വരുന്നുണ്ട്. സംഘപരിവാർ അജണ്ട പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെയും ജൈവ കൃഷിയുടെയും പേരിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇത് തമ്മിൽ വേർതിരിക്കപ്പെടാൻ കഴിയാത്ത വിധം കെട്ടുപിരിഞ്ഞ് കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ബിഷപ്പ് പോപ്പ് വരെ പരിസ്ഥിതി പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമ്മൾ വലിയ പ്രശ്നത്തിലാവും. EMS പറഞ്ഞ പോലെ മനോരമ എന്നെപ്പറ്റി എന്തെങ്കിലും നല്ലത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 2 വട്ടം ആലോചിക്കണം, സൂക്ഷിക്കണം എന്ന് പറഞ്ഞ പോലെ പോപ്പ് പറഞ്ഞു തുടങ്ങിയെങ്കിൽ നമ്മൾ ഇനി വളരെ കരുതലോടുകൂടിയ പരിസ്ഥിതി പറയാൻ പാടുള്ളൂ. ഞാനും പോപ്പ് ഒരേ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എനിക്ക് കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് കുഴപ്പമുണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മതം പരിസ്ഥിതി ഏറ്റെടുത്തൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ ചില ക്ലാസ് താല്പര്യങ്ങൾ ഇതിനകത്തേക്ക് കടന്നു വരുന്നത് കൂടി നമ്മൾ വളരെ വിജിലൻ്റായിട്ട് ശ്രദ്ധിക്കുകയും അതേപ്പറ്റി ചർച്ചകൾ ഉണ്ടാക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പശ്ചിമഘട്ടത്തെപ്പറ്റി അതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടാത്ത വിധം വളരെ എവിഡൻ്റായി കഴിഞ്ഞു കാര്യങ്ങൾ. നേരിട്ട് പള്ളി രംഗത്തിറങ്ങുന്നു. ഒരു ഇടയലേഖനം ആദ്യമായി ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരായി പറയുന്നു. ശുദ്ധ അസംബദ്ധമായിരുന്നു ലേഖനങ്ങളിൽ മിക്കതും. എനിക്ക് വയനാട്ടിൽ ഇതുപോലൊരു വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാളൊരു നോട്ടീസ് കൊണ്ട് തന്നു. ആ നോട്ടീസ് ഇറക്കിയത് തൊട്ട അടുത്തുള്ളൊരു പള്ളിയിലെ വികാരിയാണ്. ആ നോട്ടീസിൽ പറയുന്നു, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നാൽ ഇവിടെ മുഴുവൻ ഇക്കോ സെൻസിറ്റീവ് സോണായിട്ട് ഡിക്ലെയർ ചെയ്താൽ, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, ടൈഗർ സോണായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതാണ്. ടൈഗർ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ 7 മണിക്ക് ശേഷം നിങ്ങളുടെ കുട്ടികൾ കരയുകയാണെങ്കിൽ, രാത്രി നിങ്ങളുടെ കുട്ടികൾ കരയുകയാണെങ്കിൽ വന്യജീവികളുടെ ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേസെടുക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ വീടുകൾക്ക് പച്ച പെയിൻ്റ് അടിക്കേണ്ടി വരും. അതുപോലെ നെല്ലിയാമ്പതിയിൽ പോയപ്പോൾ അവിടുത്തെ തോട്ടം തൊഴിലാളികളോട് അവിടുത്തെ ഒരു മത സ്ഥാപനം പറഞ്ഞത്, ഇനി മുതൽ ഇവിടെയൊക്കെ നിങ്ങളുടെ തോട്ടമൊക്കെ പോവും, കാരണം ഇതൊക്കെ സർക്കാർ ടേക്ക് ഓവർ ചെയ്യും, തോട്ടങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുകയാണ്, എന്നിട്ട് ഏകവിള തോട്ടങ്ങളെല്ലാം മാറ്റും. അപ്പോൾ ഇവിടെ കടുവ സങ്കേതമായിട്ട് ഡിക്ലെയർ ചെയ്യും. കടുവകളെ നോക്കാനുള്ള ജോലി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കും, കുട്ടികളെ നോക്കാനുള്ള. ഇവിടെയൊക്കെ ഇങ്ങനെ കടുവ, പശു വരുന്ന പോലെ കടുവ ഇങ്ങനെ വരും, അതിനെ നോക്കാനുള്ള ജോലി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം, അതുകൊണ്ട് സൂക്ഷിച്ചോളൂ എന്നാണ് അത്ര പറഞ്ഞത്. ഇത്ര പച്ച നുണ എഴുതി വിട്ടുകൊണ്ട് പള്ളിയിലച്ചന്മാർ ഒരു ഉളുപ്പുമില്ലാതെ ബിഷപ്പൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു കാലം. ബിഷപ്പിൻ്റെ ഇടയലേഖനത്തിൽ പറഞ്ഞത് ആശുപത്രി വരില്ല, സ്കൂള് വരില്ല, വായനശാല വരില്ല, കൃഷി ചെയ്യുന്ന റബ്ബർ മാറ്റി വേറെ എന്തെങ്കിലും കൃഷി ചെയ്യേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, നവംബർ 13 കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാണല്ലോ ഇത്രയും വിവാദം ഉണ്ടാക്കിയത്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ പൂർണ്ണമായി തള്ളിക്കളയുന്ന ഒരാളാണ്, അത് തെറ്റാണ്. പക്ഷേ ആ റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ കുറച്ച് ഭാഗമെങ്കിലും പ്രൊട്ടക്ഷൻ ആവുമല്ലോ. ഈ നവംബർ 13, 2013 ഉത്തരവ് നടപ്പാക്കുന്നതിനെതിരായി 2 ദിവസം അടുപ്പിച്ച് ഹർത്താൽ നടത്തുകയും ആകെ 5 ഹർത്താൽ നടത്തുകയും താമരശ്ശേരിയിലെ ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുകയും, താമരശ്ശേരി ഇക്കോ സെൻസിറ്റീവ് സോൺ അല്ല എന്ന് ഓർക്കണേ. എങ്ങനെയാണ് താമരശ്ശേരി കത്തിക്കുന്നത്? താമരശ്ശേരി ഈ സോണിൽ പെടുന്ന സ്ഥലമല്ല. അങ്ങനെ കത്തിക്കുകയാണെങ്കിൽ കൽപ്പറ്റയോ ബത്തേരിയോ മാനന്തവാടിയോ ഉള്ള ഓഫീസാണ് കത്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് താമരശ്ശേരി കത്തിച്ചത്? ഏറ്റവും കൂടുതൽ കയ്യേറ്റ കേസുകളുടെ ഡോക്യുമെൻ്റ് താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫോറസ്റ്റ് ഓഫീസല്ല അടിച്ചു പൊളിച്ചത്, കത്തിച്ചത് അതിൻ്റെ ഡോക്യുമെൻ്റ് റൂമാണ്. ഭാഗ്യത്തിന് രേഖകൾ അപ്പുറത്തുണ്ടായിപ്പോയി, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും കലാപം ഉണ്ടാക്കി കേരളത്തിൽ 5 ദിവസം ഹർത്താൽ നടത്തിയ നവംബർ 13 ഉത്തരവിൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കള്ളപ്രചരണം അഴിച്ചുവിട്ട് ഒരു മതം, കത്തോലിക്ക വിഭാഗം എന്ന് പറയുന്നൊരു മതം രാഷ്ട്രീയത്തിൽ ഇടപെടുകയും KM മാണി വിഭാഗത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലം പിടിച്ചെടുക്കാനുള്ളൊരു വേദി ഉണ്ടാക്കുകയും ഒരു MP ജയിക്കുകയും ചെയ്തു. ആ MP എൻ്റെ കൂടി സുഹൃത്തായിരുന്ന, ഹൈക്കോടതിയിലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന, എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ആ MP ജോയ്സ് ജോർജ് അതിനുശേഷം ചുരുങ്ങിയത് 1 ഡസൻ ആശുപത്രികളുടെയെങ്കിലും ഉദ്ഘാടനത്തിന് പങ്കെടുത്തിട്ടുണ്ട്. ഈ ഓർഡർ നിലനിൽക്കുകയാണ് ഇപ്പോഴും കേട്ടോ, ആ ഓർഡർ പിൻവലിച്ചിട്ടില്ല. ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ തറക്കല്ലിടുന്നതിന് ശേഷമാണ്. അദ്ദേഹം ആ തറക്കല്ലിടൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. അതിനുശേഷം നിരവധി പെട്രോൾ പമ്പുകൾ, റെഡ് കാറ്റഗറിയിൽപ്പെട്ട പെട്രോൾ പമ്പുകൾ അവിടെ ഉണ്ടായി, റെഡ് കാറ്റഗറിയിൽപ്പെട്ട ആശുപത്രികളുണ്ടായി, വായനശാലകളുണ്ടായി, സ്കൂളുകളുണ്ടായി. MP ഫണ്ടിൽ നിന്ന് പോലും എയ്ഡഡ് സ്കൂളുകൾക്ക് വേണ്ടി ഫണ്ട് കൊടുത്ത് അവിടെ മതിൽ കെട്ടുന്ന സംവിധാനങ്ങളുണ്ടായി. ഉളുപ്പും നാണവും ഉണ്ടെങ്കിൽ ഇവർ ഇടുക്കിയിലെ ജനത ഇനി മറുപടി പറയണ്ടേ? വോട്ട് ചെയ്ത ആളുകൾ അറ്റ്ലീസ്റ്റ് പള്ളിയിൽ പോകുമ്പോൾ അച്ഛനോട് ചോദിക്കണ്ടേ, അച്ഛൻ എന്ത് പോക്കൃത്തരോ നിങ്ങൾ പറഞ്ഞത്? ആ നവംബർ 13 ഉത്തരവ് നിലനിൽക്കില്ലേ? നമ്മളാരും ഇറങ്ങിയില്ലല്ലോ, 1.5 കൊല്ലം കഴിഞ്ഞല്ലോ, 2 കൊല്ലം ആകാൻ പോകുന്നല്ലോ. ഇവിടെ എന്താ സ്കൂൾ വരില്ല, കോളേജ് വരില്ല, ആശുപത്രി വരില്ല, നമുക്ക് മെഡിക്കൽ കോളേജ് കിട്ടിയല്ലോ. ശുദ്ധ അസംബന്ധമാണ് പള്ളിയിലച്ചന്മാർ പ്രസംഗിച്ചുകൊണ്ട് നടന്നത്, പത്രത്തിലൂടെ അടിച്ചടിച്ച് നടന്നത്. പക്ഷേ എന്തുകൊണ്ടത് വിജയിച്ചു? അത് വിജയിച്ചത് ക്രിസ്ത്യാനിറ്റി തുടക്കത്തിൽ ചെയ്തതുപോലെ, നോക്കൂ ഞങ്ങൾ നിങ്ങൾക്ക് വാഗ്ദത്ത ഭൂമി നൽകാമെന്നാണ് പറഞ്ഞിരുന്നത്. വാഗ്ദത്ത ഭൂമി, അതാണ് എല്ലാ കാലത്തും വാഗ്ദാനം കൊടുത്തുകൊണ്ടാണ് ആളുകളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പള്ളിക്ക് മനസ്സിലായി പഴയതുപോലെ
യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് തരാം, ഇത് തരാം. ക്രിസ്ത്യാനിറ്റി നിലനിന്നതിൻ്റെ കഥകളെ പറ്റിയൊന്നും പറയാൻ ഇപ്പോൾ സമയമില്ല. സ്വർഗലോകത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് സ്വർഗലോകത്തേക്കുള്ള കടപ്പത്രം വിറ്റ് പണമുണ്ടാക്കിയ ചർച്ചിനെ പറ്റി ഏതായാലും നിങ്ങൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. കടപ്പത്രം വിറ്റു സ്വർഗത്തിലേക്കുള്ളത്. സുഹൃത്തെ, 1000 രൂപയുടെ കടപ്പത്രം നിങ്ങൾ പള്ളിയിൽ പോയി വാങ്ങിച്ചാൽ നിങ്ങൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സീറ്റ് ഉണ്ടാവും എന്നാണ് ക്രിസ്തീയ സഭ, കത്തോലിക്ക സഭ പ്രചരണം നടത്തി കടപ്പത്രം ഇറക്കി പൈസ ഉണ്ടാക്കി. ഇന്നത് ചിലവാവില്ല എന്നവർക്ക് നന്നായിട്ട് അറിയാം. കർത്താവിനെ വിറ്റ് കച്ചവടം നടത്താനുള്ള കാലഘട്ടം അവസാനിച്ചു. ഇന്ന് ആളുകൾക്ക് പ്രാക്ടിക്കലായി പാർവണം നടത്തുന്നവന് അത് നടത്തണം, പ്രാക്ടിക്കലായി കള്ളവാറ്റ് നടത്തുന്നവന് അത് നടത്തണം, മറ്റേ പെണ്ണ് കച്ചവടം നടത്തുന്നവന് അത് നടത്തണം. അപ്പോൾ എന്താ വഴി? പള്ളിയിലച്ഛൻ പണ്ട് പറഞ്ഞിരുന്ന നുണകൾ പറഞ്ഞ് ക്രിസ്തുവിനെ വിറ്റ് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇനി അത് പോരാ. ഇപ്പം കച്ചവടം, ഇടക്കാലത്ത് അവർ കച്ചവടം മാറ്റി. ഏറ്റവും ലാഭമുള്ള കച്ചവടം വിദ്യാഭ്യാസ വകുപ്പ് അതിലിറങ്ങി, ആരോഗ്യ വകുപ്പ് അതിലിറങ്ങി. ഇതൊക്കെ വലിയ ജനസേവനമാണ്, അതൊക്കെ പള്ളി ചെയ്ത വലിയ സേവനമാണെന്ന് പറയുന്ന ആളുകളുണ്ടാവും. ഞാൻ ആ വിഭാഗത്തിൽ പെടുന്നില്ല. അത് ജനസേവനമായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് ശരിയായിരുന്നു. ഇന്നത് കച്ചവടമാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും കച്ചവട കണ്ണോടുകൂടിയാണ് മാത്രമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പാവം മണവാട്ടികൾ, ഇവർ മണവാട്ടികളെന്ന് വിളിക്കുന്ന അവരുടെ ആളുകളുടെ ശമ്പളം നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. 20,000 രൂപയുടെ സാലറി സ്ലിപ്പിൽ ഒപ്പിട്ടിട്ട് 2,000 രൂപ കൊടുക്കും, ബാക്കി 18,000 അച്ഛൻ പോക്കറ്റ് വെച്ച് സ്ഥലം വിടും. ഇതാണ് ഈ ചൂഷണമാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. ഇത് ലൈംഗിക ചൂഷണത്തെപ്പറ്റി ഒന്നും പറയാനുള്ളൊരു വേദി അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പ്രകൃതി ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്നത് അരമനകളിലാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ അരമനകളിലും ഇപ്പുറത്ത് ഈ മതമേലധ്യക്ഷന്മാർ ചമഞ്ഞ് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛന്മാരുടെയും ഈ പ്രീസ്റ്റുകളുടെയും പ്രകൃതി വിരുദ്ധ നടപടികൾ അത് വേറെയാണ്. അത് ആ പ്രകൃതി വിരുദ്ധത്തെ പറ്റി നമുക്ക് വേറെ തന്നെ ഒരു ദിവസം നമുക്ക് ഒന്ന് സ്പെഷ്യലൈസ്ഡ് ചർച്ച നടത്തേണ്ടതുണ്ട്. അത്തരം പ്രകൃതി വിരുദ്ധത മാറ്റി നിർത്തിയാൽ ഈ പ്രകൃതി വിരുദ്ധത ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നില്ല ആരും. ഈ ചോദ്യം ഡയറക്റ്റായിട്ട് ചർച്ചിനോട് ചോദിക്കാൻ ആരും തയ്യാറാവുന്നില്ല. ഇത് ചോദിക്കേണ്ട CPM ഈ നുണപ്രചരണങ്ങളുടെ കോളാമ്പിയായി മാറിക്കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം, CPM മാത്രമല്ല, CPM, CPI ഉൾപ്പെട്ട LDF എന്ന് പറയുന്ന മുന്നണി ഇടുക്കിയിൽ അവരുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയും ഈ നുണ വാഴ്ത്തിപ്പാടുകയും അതിന് കോളാമ്പിയായി മാറുകയും അത് കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുകയും ചെയ്തു. ഇതാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പശ്ചിമഘട്ടത്തെ നശിപ്പിച്ചതിൽ നിർണായകമായ പങ്ക് മതം വഹിച്ചിട്ടുണ്ട്, അത് നിലനിർത്തുന്നതിലും വഹിക്കുന്നുണ്ട്. അതിൻ്റെ പങ്ക് പറ്റാനാണ് ഇപ്പോൾ RSS ശ്രമിക്കുന്നത്. അപ്പുറത്ത് ഒരു പള്ളി സ്ഥാപിച്ചെങ്കിൽ ഞങ്ങൾ 2 അമ്പലം സ്ഥാപിക്കും. അവിടെ ഒരു മല കയ്യേറിയെങ്കിൽ ഞങ്ങൾ 2 മല കയ്യേറും. അവസാനത്തെ മലയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വയ്ക്കും. നിങ്ങൾക്ക് ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങൾ അറിയേണ്ടത് വാഗമൺ എന്ന് പറയുന്ന സ്ഥലമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ പുൽമേട് മിഡ്ലാൻഡ് ഗ്രാസ്ലാൻഡ്സ്. ഹൈലാൻഡ് ഗ്രാസ്ലാൻഡ്സ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. മിഡ്ലാൻഡ് ഗ്രാസ്ലാൻഡ്സിൽ ഏറ്റവും ഉയർന്ന മിഡ്ലാൻഡ് ഗ്രാസ്ലാൻഡാണ് വാഗമൺ. വാഗമണിലെ പുൽമേട്ടിൽ 1200 ഏക്കറിൽ 400 ഏക്കർ മാത്രമാണ് ഫോറസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. ബാക്കി ഇപ്പോഴും ഗവൺമെൻറ് റവന്യൂ വകുപ്പിൻ്റെ കയ്യിലാണ്. ആർക്ക് വേണമെങ്കിലും പതിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം അവിടെ പള്ളി വന്ന് കയ്യേറി, അവിടെ കുരിശുമല സ്ഥാപിച്ചു. ഇല്ലേ, കുരിശുമല കയറ്റമാണ് വാഗമണിലേക്ക്. പ്ലാസ്റ്റിക് കാരണം അവിടെയെങ്കിലും നിൽക്കാൻ വയ്യ. ഈ കുരിശുമല കയറ്റം തുടങ്ങിയതിന് ശേഷം അവിടെ ഒരു തങ്ങൾ പള്ളി സ്ഥാപിച്ചു. ഇപ്പോൾ തങ്ങൾ പാറയിലേക്ക് കുറേ വർഷങ്ങളായിട്ട് സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴതാ SNDPക്കാർ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ SNDPക്കാരോട് പറഞ്ഞു 25 ഏക്കർ സ്ഥലം നിങ്ങൾക്കും തരാം, അതിൻ്റെ മുകളിൽ പതിച്ചു തരാം, നിങ്ങളവിടെ ഒരു അമ്പലം ഉണ്ടാക്കിക്കോ. SNDP ഇപ്പോൾ അവിടെ ഒരു അമ്പലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 25 ഏക്കർ അവർക്ക് പതിച്ചു കിട്ടി. അതിൻ്റെ പേരാണ് പഴനി ഹിൽസ്, പളനിമല മുരുകനെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ SNDPക്കാർ അവിടെ അമ്പലം പണിയാൻ വേണ്ടി ആളുകളുടെ നിന്ന് 5000 രൂപ ഡൊണേഷൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അവിടെ പോയി, കഴിഞ്ഞ തവണ ഞാൻ അവിടെ പോയി. NSS ചോദിച്ചു, അവർക്ക് കൊടുക്കാമെങ്കിൽ ഞങ്ങൾക്ക് തരും. NSSനും കൊടുത്തു 25 ഏക്കർ. എനിക്കും നിങ്ങൾക്കും കിട്ടേണ്ട, അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആളുകൾക്ക് കുടിവെള്ളം കുടിച്ച് ജീവിക്കേണ്ട പശ്ചിമഘട്ടത്തിലെ ഏറ്റവും നല്ല പ്രദേശം 25 ഏക്കർ വീതം ഈ സാമൂഹ്യ ദ്രോഹികൾക്ക് എഴുതി കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചത്. ഒരാളും ചോദിക്കാനുണ്ടായിരുന്നില്ല. ഒരു LDFും ഇല്ല, ഒരു പ്രതിപക്ഷ നേതാവും ഇല്ല, ഒരു സാമൂഹ്യ പ്രവർത്തനവും ഇല്ല. ഞങ്ങൾ കുറച്ച് പേര് കേസ് കൊടുത്തു. ആ കേസ് സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. നമുക്ക് വക്കീലിനെ എണീപ്പിച്ച് നിർത്താൻ ഓരോ വർഷവും തവണയും 5 ലക്ഷം രൂപ ഇല്ലാത്തതുകൊണ്ട് ആ കയ്യേറ്റം അവിടെ ഇങ്ങനെ അഭംഗുരം നടക്കുന്നു. ഇതാണ് നടക്കുന്നത്. അപ്പം മതം നടത്തുന്ന പ്രായോഗികമായ പരിസ്ഥിതി വിരുദ്ധത, പ്രകൃതി വിരുദ്ധതയെപ്പറ്റി നമുക്ക് വേണമെങ്കിൽ വലിയ പുസ്തകങ്ങൾ എഴുതാം. ജയശങ്കർ പറഞ്ഞ പോലെ 8ാമത് മോതിരത്തെപ്പറ്റി മനോരമയുടെ അച്ചായൻ എഴുതിയ 8ാമത് മോതിരത്തെപ്പറ്റി ജയശങ്കറാണ് ഏറ്റവും നല്ല ഒരു കുറിപ്പ് എഴുതിയത്. അപ്പോൾ അദ്ദേഹം എഴുതി ഏതാണ്ട് 15 പേജ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതി ഇങ്ങനെ ഓരോ പേജിലും നടക്കുന്ന നുണകളെപ്പറ്റി ഞാൻ എഴുതാൻ നിന്നാൽ ഞാൻ 8ാമത് മോതിരത്തെപ്പറ്റി വലിയ പുസ്തകം എഴുതേണ്ടി വരും. അതുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഇന്ന് പരിസ്ഥിതി പ്രവർത്തകർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ആറന്മുളയുടെ ഉദാഹരണം എടുത്താൽ നിങ്ങൾക്ക് ആറന്മുളയിലെ വയലുകളെപ്പറ്റിയും
അവിടുത്തെ ഇക്കോസിസ്റ്റത്തെ പറ്റിയും അവിടുത്തെ സർവീസസിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ബോധവാന്മാരാക്കി വേണമെങ്കിൽ ആ സമരം മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ ആരും നിങ്ങളുടെ കൂടെ കാണില്ല. എന്താണെന്നറിയോ? ഇത് നികത്തിയിട്ട് എൻ്റെ സ്ഥലം വിറ്റിട്ട് അതിന് 10 രൂപ ലാഭം കിട്ടണമെന്ന് വിചാരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം. അപ്പം ഞാൻ കാണുന്ന എളുപ്പവഴി എന്താ? കൊടിമരം പോകുമെന്ന് പറഞ്ഞാൽ ഒരമ്പലത്തിൻ്റെ കൊടിമരത്തിൽ തൊടാൻ വേണ്ടി ജിജി എന്ന് പറയുന്ന ഒരുത്തനും വേറെ KGS എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി നയിക്കുന്ന ഒരു കമ്പനി വന്ന് അവിടെ സ്ഥലം വാങ്ങിച്ച് പാവപ്പെട്ട ഹിന്ദുക്കളെ, ആകെ കേരളത്തിൽ കുറച്ച് ഹിന്ദുക്കൾ മനസ്സമാധാനമായിട്ട് കഴിയുന്നൊരു സ്ഥലം, അവിടെ വന്ന് ഇവൻ്റെ വിമാനത്താവളം വരും, ഇവൻ്റെ കള്ളക്കടത്ത് വരും, അമേരിക്കയിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഇവിടെ വന്നിറങ്ങും. അതിപ്പോൾ തൽക്കാലം വേണ്ട, അത് ഞങ്ങളുടെ കൊടിമരം പൊളിച്ചിട്ട് അത് വേണ്ട. ഇതാണ് എളുപ്പമായി കച്ചവടം. കേരളത്തിൽ കത്തിപ്പിടിക്കുക എന്ന് പറയും. ഏത് സാധനവും കത്തിച്ചാലേ ഇപ്പം അതിൻ്റെ റിസൾട്ടുള്ളൂ. ഈ ദൃശ്യമാധ്യമ പ്രവർത്തകർ സുഹൃത്തുക്കളായിട്ടുള്ളവരോട് ചോദിച്ചാൽ മതി, 11 മണിക്ക് ഞാൻ ഒരു സാധനം കത്തിക്കുന്നുണ്ടെന്ന് പറയും. ഈ കത്തിക്കലാണ് എല്ലാ ദിവസവും. കത്തുന്ന സാധനം കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു സംഗതി ആറന്മുളയിൽ കിട്ടുന്ന ഇത് മാത്രമാണ്. ബാക്കി എന്ത് സാധനം നിങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ കൂടെ ആളുകൾ നിൽക്കില്ല. അതുകൊണ്ട് എളുപ്പത്തിൽ പരിസ്ഥിതി പ്രവർത്തകർ നേരെ RSS വിരിച്ച വലയിൽ പോയി വീണു. RSS പറയുന്ന പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളത് ഈ ഇടപെടൽ നടത്തുന്ന ആളുകളുടെ മിടുക്ക് പോലിരിക്കും. സത്യത്തിൽ കിറ്റ്കോയുടെ റിപ്പോർട്ടിൽ ഉയർന്നു നിൽക്കുന്ന ആ സ്തംഭം മാറ്റി സ്ഥാപിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൊടിമരമായി വ്യാഖ്യാനിച്ചതും അത് ഗോപുരമായി വ്യാഖ്യാനിച്ചതൊക്കെ അവരുടെ മിടുക്കാണ്. അതാണ് പക്ഷേ ആ വിഷയത്തെ ഇത്രയേറെ കത്തിച്ചതും ഇത്രയേറെ അക്സെപ്റ്റബിലിറ്റി ഉള്ള സാധനമാക്കി മാറ്റിയിരുന്നു. അപ്പോഴാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ചേരിതിരിവ് അവിടെ വന്നത്. വാസ്തവത്തിൽ അതിൻ്റെ മെറിറ്റ് പറഞ്ഞാൽ ജയിക്കാവുന്നൊരു കേസായിരുന്നു. അതിനെ ഇത്തരത്തിലുള്ള സാധനങ്ങളിലേക്ക് കൊണ്ടുവന്നത് എന്തിന്? ആറന്മുള കേസ് ഗ്രീൻ ട്രൈബ്യൂണലിൽ നടക്കുമ്പോൾ ഗ്രീൻ ട്രൈബ്യൂണലിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വാദഗതികൾ നിയമപരമായ വാദഗതികളാണ്. അക്രഡിറ്റേഷൻ ഉണ്ടോ ഇല്ലയോ, ഇതുണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നം അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ തുടങ്ങിയ സംഗതികളാണ്. പക്ഷേ RSS അതിൽ കക്ഷി ചേർന്നുകൊണ്ട്, കുമ്മനം രാജശേഖരൻ കക്ഷി ചേർന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ മുഴുവൻ വാദഗതികളും അവിടുത്തെ കൾച്ചറൽ ഇമ്പോർട്ടൻസിനെ പറ്റിയും അവിടുത്തെ ഡയറ്റി, അവിടുത്തെ പ്രീസ്റ്റ്, അവിടുത്തെ ദൈവവുമായി ഈ എന്ത് സാധനം ഉപയോഗിച്ചുകൊണ്ടാണ്, എന്തോ ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തും. ഇങ്ങനെ അമ്പലത്തിലുള്ള പ്രീസ്റ്റ് അവിടുത്തെ ഈ ഡയറ്റിയുമായി, അവിടുത്തെ വിഗ്രഹവുമായി നടക്കുന്ന മന്ത്രോച്ചാരണം നടത്തിക്കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷന് ഇതിൻ്റെ ശബ്ദം വിഘാതമാകും എന്നാണ് അവിടെ വാദിച്ചത്. ഈ വാദം കേട്ട് അവിടുത്തെ ജഡ്ജി പൊട്ടിച്ചിരിച്ചു. ജസ്റ്റിസ് ചൊക്കലിംഗം അറിയപ്പെടുന്നൊരു ഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നതും മറ്റൊരു ഭക്തിയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ജഡ്ജി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇന്ത്യയിൽ വിമാനത്താവളങ്ങളുടെ അടുത്തൊന്നും അമ്പലങ്ങളൊന്നും ഇല്ലേന്ന് ചോദിച്ചു. പ്രധാനപ്പെട്ട 2-3 അമ്പലങ്ങളുടെ പേര് അദ്ദേഹം പറഞ്ഞു, 5000 വർഷമെങ്കിലും പഴക്കമുള്ള അമ്പലങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഇന്ന വിമാനത്താവളങ്ങളുടെ പരിസരത്താണ്, അതായത് 1/2 കിലോമീറ്റർ പോലും ഇല്ല അതിൻ്റെ പരിസരത്താണ്. അവിടെ ഒന്നും ഇപ്പോൾ ദൈവങ്ങൾ ഉണ്ടാവില്ലേ, അവർ സ്ഥലം വിട്ടോന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒച്ച ഈ ഒച്ച പറയുന്നവൻ രാത്രി അടുത്തിരിക്കുന്ന 1 കിലോമീറ്റർ ദൂരത്തുള്ള ആളുകൾ രാത്രി കിടന്നുറങ്ങാത്ത വിധത്തിലുള്ള ശബ്ദമലിനീകരണം നടത്തുന്ന ആളുകളാണെന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. മതത്തെ പറ്റി പറയുമ്പോൾ അഡ്രസ്സ് ചെയ്യാത്തൊരു വിഷയമാണ്, വലിയ വിഷയമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി നിയമത്തിൽ നോയ്സ് പൊല്യൂഷൻ ആക്ട് റൂൾസ് അനുസരിച്ച് 65 ഡെസിബിളിൽ കൂടുതൽ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല, 10 മണിക്ക് ശേഷം ഉപയോഗിക്കാൻ പാടില്ല, കോളാമ്പി എന്ന് പറഞ്ഞ സാധനമേ ബാൻ ചെയ്തിരിക്കുന്നു കേരളത്തിൽ. അതേപ്പറ്റി പറഞ്ഞാൽ എല്ലാ മതങ്ങളും സംഘടിതമായി അത് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. മതസ്ഥാപനങ്ങൾ കയ്യേറിയിരിക്കുന്ന പൊതുസ്ഥലങ്ങളെ പറ്റി കണക്കെടുത്താൽ വേറെ വരും. കാസർഗോഡ് ജില്ലയിൽ 110 മത കയ്യേറ്റങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ വേറെ. ഞാൻ പറഞ്ഞു ഇത് വളരെ സീരിയസ് ആയി അഡ്രസ്സ് ചെയ്യേണ്ട സബ്ജക്റ്റാണ്. കാരണം നാളെ പശ്ചിമഘട്ടത്തിൻ്റെ കാര്യത്തിലും ഈ വേർതിരിവുണ്ടാവും. അമൃതാനന്ദമയി ജനിച്ചപ്പം മുതൽ പരിസ്ഥിതിയാണ് പറയുന്നത്. എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, അദ്ദേഹത്തിനോട് ഞാൻ പരിസ്ഥിതിയെ പറ്റി പറഞ്ഞിട്ട് ബോധ്യപ്പെടാത്തത് അങ്ങേർക്ക് ഈ അമൃതാനന്ദമയി പറഞ്ഞത് മനസ്സിലായി. പക്ഷെ പ്രശ്നം എന്താ പറയുക, അമൃതാനന്ദമയി അവിടെ നിൽക്കുന്നത് CRZ വയലേഷനിലാണ്. അമൃതാനന്ദമയിയുടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് നിലനിർത്തിയിട്ടാണ്. നിരോധന നിയമം നിലവിലുള്ളപ്പോൾ രാത്രി കമ്പനി കൈക്കൂലി കൊടുത്ത് നിരത്തിയിട്ടാണ്. തൃശ്ശൂർ പുഴക്കൽപ്പാടത്ത് പോയി നോക്കും, അവിടെ വിശ്വവിദ്യാലയം നിൽക്കുന്നത് ഒത്ത പാടത്തിന് നടക്കാണ്. എല്ലാ നിയമങ്ങളും കാഴ്ചപ്പെടുത്തിക്കൊണ്ട് ഇനി പണിയാനിരിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികം. അപ്പൊ മക്കൾക്കൊരു നിയമവും അമ്മയ്ക്കൊരു നിയമവും. ഇത് തന്നെയാണ് ഗുരുവായൂരപ്പന്റെ കാര്യത്തിലുള്ളത്. ഗുരുവായൂരപ്പൻ ദിവസവും വെണ്ണ നിവേദ്യവും പാലും പഴവും ഒക്കെ കഴിച്ചാണ് ജീവിക്കുന്നത്. ഗുരുവായൂർ വരുന്ന മുഴുവൻ ആളുകളുടെയും മലം തൊട്ടടുത്തുള്ള ചക്കങ്കണ്ടം എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് ഒഴുക്കി വിടുകയാണ്. അവിടുത്തെ 200-ലധികം ലോഡ്ജുകളുടെ മലം. ഈ മലം മുഴുവൻ തിരിഞ്ഞ് ജീവിക്കാൻ ചക്കങ്കണ്ടത്തെ നിവാസികൾ, അവിടുത്തെ ആ നഗരസഭയിലെ ആളുകൾ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടുന്ന് വെള്ളം ഒഴുകി ഗുരുവായൂർ പ്രദേശത്തെ മുഴുവൻ കിണറുകളിൽ ഇപ്പോൾ മലം കലർന്ന വെള്ളമാണ്. ഗുരുവായൂരപ്പന്റെ നേദ്യം
ഇപ്പോൾ മലം കലർന്ന കിണറ്റിലെ വെള്ളം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസറോട് ചോദിച്ചു നോക്കൂ. ഗുരുവായൂരെ അകത്തേക്ക് എടുക്കുന്ന കിണറ്റിലേക്ക് എടുക്കുന്ന വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് അനുവദിക്കപ്പെട്ട അളവിൽ കൂടുതലാണ്. ശബരിമലയുടെ കാര്യം ഒരു പ്രാവശ്യങ്ങളും പോലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് അറിയാലോ. പണ്ട് ശബരിമല ശാസ്താവ് മലവെള്ളത്തിൽ കുളിച്ചിരുന്ന ആളാണ്. മലവെള്ളം വരുമ്പോൾ അദ്ദേഹം അതിൽ നീരാട്ട് നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ഇന്ന് അദ്ദേഹം മലവെള്ളത്തിലാണ് നീരാട്ട് നടത്തുന്നത്. അത്തരങ്ങളൊന്നും ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളൂ. കോളിഫോം ബാക്ടീരിയയുടെ അളവ് 400 ഇരട്ടിയിലുള്ള വെള്ളത്തിലാണ് ശബരിമലയിൽ പായസം വയ്ക്കുന്നത്, നേദ്യം ഉണ്ടാക്കുന്നത്. അതാണ് തീർത്ഥമായ ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ തകർത്തുകൊണ്ട് അവിടുത്തെ നിയമം ലംഘിച്ചുകൊണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കൺസ്ട്രക്ഷൻ സ്റ്റേ ചെയ്യുകയും ആ സ്റ്റേ പിന്നീട് വെക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഗ്രീൻ ട്രൈബ്യൂണൽ. അവിടെ നടത്തുന്ന കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഴുവൻ പരിസ്ഥിതി നശിപ്പിച്ചുകൊണ്ടാണ്. ഇനി നോക്കിക്കോളൂ, അവിടെ ചിലവാകാൻ പോകുന്ന ഏറ്റവും കൂടുതൽ CD എങ്ങനെ പരിസ്ഥിതി സംരക്ഷിക്കാൻ പടച്ചോൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള CD ആയിരിക്കും അവിടെ കച്ചവടം ചെയ്യുക. ഇതിൻ്റെ പ്രൊപ്പറേറ്റർഷിപ്പ് ഇവർ ഏറ്റെടുക്കുന്നു. കാന്തപുരമായാലും ഏത് മതസംഘടനാ നേതാവായാലും ഇതിൻ്റെ പ്രൊപ്പറേറ്റർഷിപ്പ് ഏറ്റെടുക്കുന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുക? ഇവരെ എക്സ്പോസ് ചെയ്യണം. ഇവരെ എക്സ്പോസ് ചെയ്യുമ്പോൾ, വിശ്വാസിയെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്പോസ് ചെയ്യേണ്ടത് കാന്തപുരത്തെ മാത്രമല്ല, കാന്തപുരം അഡ്രസ്സ് ചെയ്യുന്ന യഥാർത്ഥ പ്രിൻസിപ്പിളിനെ കൂടി അഡ്രസ്സ് ചെയ്യണം. അത് വാസ്തവത്തിൽ പലർക്കും പേടിയാണ്. കാന്തപുരത്തിനെതിരായിട്ട് ചിലപ്പം CPM സംസാരിച്ചു വന്നിരിക്കും ചിലപ്പോൾ. പക്ഷേ കാന്തപുരം പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തെ CPM തള്ളിപ്പറയില്ല. ആ പ്രത്യയശാസ്ത്രം 1 നൂറ്റാണ്ട് മുമ്പ് മണലാരണ്യത്തിൽ പിറന്ന ഒരു കൾച്ചറിൻ്റെ റിസൾട്ടാണെന്നും ആ കൾച്ചർ കേരളം പോലെ ശുദ്ധമായി വെള്ളം കിട്ടുന്ന, ഇത്രയും കാടുള്ള, ഇത്രയും മഴ പെയ്യുന്നൊരു സ്ഥലത്ത് ഈ കൾച്ചർ പറിച്ചു നടന്നത് ശരിയല്ല എന്നും പറയാൻ കഴിവുള്ള ആളുകൾ കേരളത്തിൽ ഇല്ലാതെ പോയി. നിസ്കാരവുമായി ബന്ധപ്പെടുത്തി 3 നേരം മതി എന്ന് പറഞ്ഞവൻ ഇപ്പോൾ എവിടെയോ വിശ്രമിക്കുന്നു, അന്ത്യവിശ്രമം കൊള്ളുന്നു. ഈ പേടി ആളുകളിൽ ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ പ്രൊപ്പറേറ്റർഷിപ്പ് എടുക്കുന്നതിനെതിരായി സംഘടിതമായ ശ്രമം, അത് ഇതുപോലെയുള്ള സംഗതികളല്ല, പോസ്റ്റർ ഒട്ടിച്ച് തന്നെ പറ്റുമെങ്കിൽ നമ്മളൊരു പ്രചരണം നടത്താനാണ്. അത് സൂക്ഷിക്കേണ്ടത് വിഴിഞ്ഞം വരട്ടെ. വിഴിഞ്ഞത്തിനെതിരായി കേസ് കൊടുത്തത് അവിടുത്തെ പള്ളിയിലച്ചനാണ്. ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആ പരിസരത്തുള്ള ഒരു പള്ളിയിലച്ചനാണ് അവിടുത്തെ 2 ക്രിസ്തീയ വിശ്വാസികളെ കൊണ്ട് ഡൽഹിയിൽ കൊണ്ടുപോയി കേസ് കൊടുപ്പിച്ചത്. അദ്ദേഹം വേറെ ഒരു താല്പര്യം ഉണ്ടായിട്ട് ചെയ്തതല്ല. പള്ളിയിലച്ചന്മാർ പൊതുവെ ആ പ്രദേശത്തുള്ള വിഷയങ്ങളിൽ ഇടപെടും. ഇടുക്കിയിൽ ഇടപെട്ട പോലെ തന്നെ. കാരണം കുഞ്ഞാടുകളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർത്താവും നിങ്ങളും തമ്മിലുള്ള ഇടനിലക്കാരനായിരുന്നു ഞാനെങ്കിൽ, കർത്താവില്ല എന്ന് മനസ്സിലായപ്പോൾ ഇനി ഞാൻ സ്റ്റേറ്റ് നിലനിൽക്കുന്ന പവർ സെൻറ്ററൊക്കെയാണ് സ്റ്റേറ്റും നിങ്ങളും തമ്മിലുള്ള ഇടനിലക്കാരനായി ഞാൻ വർക്ക് ചെയ്യാം. നാളെ സ്റ്റേറ്റ് പോയി വേറൊരാളായി കഴിഞ്ഞാൽ മോഡി വന്നല്ലോ. മോഡി വന്നപ്പോൾ ബിഷപ്പുമാരൊക്കെ പോയല്ലോ ഡൽഹിയിൽ. പോയി മോഡിയെ ഹസ്തദാനം നടത്തി. ഇനി മോഡി നമ്മുടെ ആളാണ്, ഞാനും മോഡിയും, ഞങ്ങളോട് കളിക്കാൻ ആരുണ്ടെന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ എല്ലാ കാലത്തും ഇടനിലക്കാരനായി വർക്ക് ചെയ്യുന്ന ഈ മതസ്ഥാപനങ്ങൾ ഇനി പരിസ്ഥിതിയുടെയും ഇടനിലക്കാരായും. അങ്ങനെ അവിടുത്തെ ഒരു പള്ളി വികാരി ഇവരെ കേസ് കൊടുക്കാൻ സഹായിച്ചു. കേസ് കൊടുത്തതിന് ശേഷം ശക്തമായ പ്രചരണം മാധ്യമങ്ങൾ അഴിച്ചുവിട്ട് അത് കേസ് കൊടുത്ത ആളുടെ വീട്ടിൽ അയാൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ അയാൾ കാലുമാറി. അയാൾ പറഞ്ഞു, പള്ളിയിലച്ചൻ പറഞ്ഞെടുത്ത് ഒപ്പിട്ടു എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ഇതുള്ളൂ, ഇന്ന അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ കേസ് കൊടുത്തതെന്ന് പറഞ്ഞു. ഏഷ്യാനെറ്റും കൈരളിയൊക്കെ അത് വാർത്ത കൊടുത്തു. ഒന്നും പറയണ്ട, പള്ളിയിലച്ചൻ അവിടെ വരാനിരുന്ന നല്ലൊരു പ്രോജക്റ്റ്, ഹിന്ദുക്കളെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പ്രോജക്റ്റിനെതിരെ ക്രിസ്തീയ വികാരമാണ് സംഭവിച്ചത് എന്ന പേരിൽ ഇത് വർഗീയമായി മാറി. ഞാൻ പശ്ചിമഘട്ടത്തിൻ്റെ വിഷയത്തെ പോലും വർഗീയമായി കണ്ട ഒരാളല്ല. ക്രിസ്തീയ സഭ മാത്രമല്ല അതിനെ എതിർത്തത്. ഇടുക്കിയിലുണ്ടായിരുന്ന NSSഉം SNDPയും RSS ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഘടനയ്ക്ക് പിന്നിലുണ്ടായിരുന്നു. പള്ളിയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രമാണോ കേരളത്തിൽ ഭൂമി കയറിയിട്ടുള്ളത്? അപ്പോൾ എന്ന് പറയുന്നത് പോലെ അവിടെ ഒരാൾ കൊണ്ടുപോയി കേസ് കൊടുത്തപ്പോൾ അത് പള്ളിയാണ് കേസ് കൊടുത്തത്, ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി പറഞ്ഞത് നമ്മൾ ഹിന്ദുക്കൾ ഇതിനെതിരായി രംഗത്ത് വരണം എന്ന് പറഞ്ഞത്. ഹിന്ദുക്കളുടെ പൈസ ഉപയോഗിച്ചുകൊണ്ട് പറ്റുമെങ്കിൽ ഇത് പണിയണം. അവിടെ എന്നും ക്രിസ്തീയ വിരുദ്ധമായ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പള്ളിയിലച്ചൻ കേസ് കൊടുത്തു, പള്ളിയിലച്ചന് പണം ചിലവാക്കി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പള്ളിയിലച്ചൻ എവിടുന്ന പണം വരുന്നത്? വിദേശത്തുനിന്ന്. വിദേശ പണമാണ് വിഴിഞ്ഞത്തെ അട്ടിമറിക്കാൻ ഉപയോഗിക്കുന്നത്. പള്ളിയിലച്ചന് വിദേശ ഫണ്ട് വരുന്നു. ഇതൊന്നും 10 രൂപ കൊടുത്ത് വിവരാവകാശം കൊടുത്താൽ ഈ പള്ളിയിലച്ചന് വന്നിരിക്കുന്ന പൈസ എത്രയാണെന്നുള്ളത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പറയും, ഇല്ലെങ്കിൽ ജില്ലാ കളക്ടർ പറയും, ഇതിന് അപ്രൂവൽ കൊടുക്കാൻ ചെല്ലുന്ന ഏത് അതോറിറ്റിയും പറയും. അതെടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ഈ നുണ ചിലവാവില്ല. അവിടെ വലിയ വർഗീയ വികാരം അഴിച്ചുവിട്ട് സുരേഷ് ഗോപി ഡയലോഗ് അടിച്ച് അദ്ദേഹം പോയി. ഇപ്പോൾ അദ്ദേഹം എത്തേണ്ട സ്ഥലത്ത് എത്തിയല്ലോ.